ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? അത് പാവങ്ങളല്ലേ, പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാ എതിർക്കുന്നത്? അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനപ്രതി 369 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നിങ്ങളത് കേന്ദ്ര ഗവൺമെൻറ്റിനോടല്ലേ പറയേണ്ടത്? ഇത് വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം. ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഒരു ഗവൺമെൻറ് എന്താ ചെയ്യുക? അതിൻ്റെ അകത്ത് ഇടപെടുകയല്ലേ ചെയ്യുക? എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത്? ഈ ആശാവർക്കർമാരെക്കാളും തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാളും ഒക്കെ കൂടുതലാണ് ഇപ്പോൾ ഞാൻ പറയേണ്ടത്. ഈ കുറഞ്ഞവർക്ക് വർദ്ധിപ്പിക്കാനല്ലേ പറയേണ്ടത്? ആശാ വർക്കർമാർ, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാർ, മറ്റ് വർക്കേഴ്സ്, അവർക്ക് പോരാ കൂലി, അതല്ലേ പറയേണ്ടത്. ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ എന്തിനാ എതിർക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തൊഴിലുറപ്പാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഇതിൻ്റെ മിനിമം വേജസ് നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവരത് മാറ്റി മിനിമം വേജസ് കൊടുക്കണം. മുഴുവൻ ആളുകൾക്ക് മിനിമം വേജസ് കൊടുക്കണം. ആ നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേലെയല്ലേ സമ്മർദ്ദം ചെലുത്തേണ്ടത്? അതൊന്നും പറയാതെ ഈ പാവം ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ ലൈഫ് ജീവപര്യന്തം ആ ജയിലിനകത്തല്ലേ. അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ എന്തിനാ എതിർക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നിട്ട് ബിജെപിക്ക് കേരളത്തിൽ അടുത്തൊരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്നൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം വന്നത് ആരും അറിഞ്ഞില്ലല്ലോ. ഈ നിങ്ങൾ മാധ്യമക്കാർ തന്നെ കണ്ടോ? കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് അവിടെയെല്ലാം വേറെ പ്രളയമാണ്, വാർത്താ പ്രളയം. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടായില്ല. അമിത്ഷാ വന്നതും പോയതും മനുഷ്യനറിയില്ല. ഈ ഐഷ പോറ്റി CPM വിട്ടു പോയിരിക്കുകയാണ്. കൂടുതൽ വിസ്മയം ഉണ്ടാവുന്ന പ്രതിപക്ഷ നേതാവ് അതല്ല അവരോട് ചോദിക്കേണ്ട കാര്യം, കൊല്ലത്ത് ചോദിക്കേണ്ട കാര്യം. ഈ ബീഹാറിൽ നിന്ന് 6 MLA ആകെ ഉണ്ടായിരുന്ന കോൺഗ്രസ് MLA BJPയിലേക്ക് പോയിരിക്കുകയാണ്. അതെ, കോൺഗ്രസ് പരിശോധിക്കേണ്ട ഒരു കാര്യം അതാണ്. കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അവരുടെ തകർച്ചയുണ്ടാക്കുകയാണ്. ഇതവർ ഇവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഡൽഹിയിൽ BJP ഭരിക്കുന്നത് കോൺഗ്രസിനെ കൊണ്ടാണ്. ഇപ്പോൾ ബീഹാറിൽ അവരെല്ലാ സീറ്റും ചോദിച്ചു വാങ്ങി. എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് നിർത്തി സീറ്റ് കൊടുക്കേണ്ട കോൺഗ്രസ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികളെയൊന്നും പരിഗണിച്ചില്ല. എല്ലാവരെയും അകറ്റി. കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരികയാണ്. കോൺഗ്രസ് മത്സരിച്ചു, ദയനീയ പരാജയം. ആകെ കിട്ടിയത് 6 സീറ്റ്. ആ 6 സീറ്റിൽ MLA വിട്ടുപോകല്ലേ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ദയനീയമായ തകർച്ച എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ച് കോൺഗ്രസ് പാർട്ടി തിരുത്തണം. കോൺഗ്രസിൻ്റെ നയമാണ് പ്രശ്നം. അവരിവിടെ കേരളത്തിൽ എന്താ അവർ ചെയ്യുന്നത്? BJPയും RSSനെയും പ്രോത്സാഹിപ്പിക്കുക, ഇടതുപക്ഷത്തെ എതിർക്കുക, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നയങ്ങളെയും എതിർക്കുക. ഇടതുപക്ഷത്തെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും?